ക്വസ്റ്റ്യൻ എഴുതെടുത്തേ ഫസ്റ്റ് എഴുതിയാ? അപ്പൊ ഇത് നോക്കി, ഇവിടെ കോസ് എ കോസ് ബി സൈൻ എ സൈൻ ബി ആ ഒരു ഫോർമുല കിടക്കണം. അത് ഇതിന്റെ ഫോർമുലയാണ് കോസ് എക്സ് പ്ലസ് വൈയുടെ ഫോർമുല. ആ അപ്പൊ അതിലോട്ട് ഇതാക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് എക്സ് ഇത് വൈ. അപ്പൊ കോസ് എക്സ് പ്ലസ് വൈയുടെ ഫോർമുല ഇത് കിടക്കണത് കോസ് എക്സ് പ്ലസ് വൈയുടെ ഫോർമുല അല്ലേ, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. അപ്പോൾ അതിലോട്ടാക്കാം. ഇവിടെ എക്സ് ഇത് വൈ ഇത് കേട്ടോ. അപ്പോൾ കോസ് ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ് പ്ലസ് പൈ ബൈ 4 മൈനസ് വൈ. തന്നാ തീർന്നാ? അപ്പൊ എനിക്ക് പൈ ബൈ 4 നമുക്ക് എങ്ങനെ പൈ ബൈ 4 പ്ലസ് പൈ ബൈ 4 കോസ് 2 പൈ ബൈ 4 മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ ഇങ്ങനെ എഴുതാലോ, വിച്ച് ഇസ് ഈക്വൽ ടു കോസ് പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് വൈ. അപ്പൊ ഇത് ഏത് ഫോമിലായി? കോസ് 5/2 മൈനസ് എക്സ് എന്ന് പറയുന്ന ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്നാണ്. പഠിച്ചിട്ടില്ലേ? കോസ് 5/2 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ആരാ? എക്സ് പ്ലസ് വൈ ആണ്. അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് വൈ. അതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. മനസ്സിലായല്ലോ? ഇത് ഓർത്താൽ മതി. കോസ് 5/2 മൈനസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ എക്സ് ഇതാണ്, സൈൻ എക്സ് പ്ലസ് വൈ. നമ്മളൊരു ഫോമുല പഠിച്ചിട്ടില്ലേ, കോസ് 5/2 എന്ന് മൈനസ് എക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈൻ എക്സ് കിട്ടും എന്നുള്ളൊരു ഫോം. കോസിനെ സൈനിന്റെ ഫോമിലോട്ട് ആക്കി എഴുതണം. അത് കഴിഞ്ഞാ? എപ്പോഴാ എക്സാം? കഴിഞ്ഞോ? സൈൻ എക്സ്. ഇവിടെ എക്സിന് പകരം ആരാ? എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ ടൈം അല്ലേ? അപ്പൊ അതുകൊണ്ട് സൈൻ എക്സ് പ്ലസ് വൈ. അടുത്തത് prove that tan അങ്ങനെ സംസാരിച്ചാൽ ഓടിയെ കേൾക്കൂട്ടാ, നിനക്കൊക്കെ കിട്ടും. വേറെ ക്വസ്റ്റ്യൻ എഴുതിട്ടാ. ടാൻ എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ എന്താടാ? രണ്ട് ഫോമുല അടിച്ചിട്ടുണ്ട് നമ്മള്. അതേതൊക്കെ? ടാൻ എക്സ് പ്ലസ് വൈയുടെ ഒരെണ്ണം അത് തന്നെ. അപ്പൊ ടാൻ 5/4 എന്ന് പറഞ്ഞ വാല്യൂ എത്ര? 5/4 1 ആയതുകൊണ്ട് നമ്മളത് എടുക്കില്ല. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാവും? മനസ്സിലായാ?
ഇവിടെ നോക്കിക്കാം, നമുക്ക് ഇത് ഈക്വൽ ടു ഇതാണെന്നാ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ടാൻ എക്സ് പ്ലസ് വൈയുടെ ഫോമിൽ എന്താ? ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ടാൻ പൈ ബൈ 4 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ പൈ ബൈ 4 ഇൻറ്റു ടാൻ എക്സ്. ഇങ്ങനെ എഴുതാലോ, ഡിവൈഡഡ് ബൈ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? അതുപോലെ തന്നെ ടാൻ പൈ ബൈ 4 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ പൈ ബൈ 4 ഇൻറ്റു ടാൻ എക്സ്. ടാൻ പൈ ബൈ 4ന്റെ വാല്യൂ 1 ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനാ 1 പ്ലസ് ടാൻ എക്സ്. ഇതാ ക്വസ്റ്റ്യൻ. ഇത് ഈക്വൽ ടു ഇതാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കിക്കേ, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ പൈ ബൈ 4ന്റെ വാല്യൂ 1 ആയതുകൊണ്ടിട്ട് 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ്. എന്താ ഇത്ര നേരത്തെ? റെമഡി അല്ല, കണ്ട് അവൻ പറഞ്ഞിട്ടാണ്. നീ ഇവള് ഇങ്ങനെ സംസാരിക്കുന്ന എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. എടാ ഇത്ര ചെയ്താ കഴിഞ്ഞ ഫുള്ള് കഴിഞ്ഞു ചെയ്താടാ. നിങ്ങ അടുക്ക് പതിയെടുക്ക്, എഴുതാണ്ട് തന്നെ ചെയ്യടാ. ഇനി എന്ത് ചെയ്യണം? ഇത് നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇതിന് നേരെ മുകളിലോട്ട് എടുക്കുമ്പോൾ എന്താവും? 1 വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ആവും. തല തിരിഞ്ഞ് വരും. അപ്പോൾ 1 പ്ലസ് ടാൻ എക്സ് ബൈ അതിനൊരുമിച്ച് ചെയ്താൻ വേണ്ടി നമുക്ക് ഇത് ഈക്വൽ ടു സ്ക്വയർ എന്നല്ല കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കാം. ഇതിപ്പോ ഈ ഫോമിലല്ല കിടക്കുന്നത്. അപ്പൊ അതിന് മുകളിലോട്ട് എടുക്കുമ്പോൾ ഇത് നേരെ തല തിരിഞ്ഞ് വരും. വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ എക്സ് ഹോൾ സ്ക്വയർ ബൈ 1 മൈനസ് ടാൻ എക്സ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. വേണ്ട, ഇത് തുടങ്ങി ചെയ്തു. ഇത് നോക്കിപ്പോ ഇത് കണ്ടാൽ മനസ്സിലാവുന്നുള്ളൂ, വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. നോക്കടാ, ടാൻ എക്സ് പ്ലസ് വൈയുടെ ഫോർമുല എന്താണ്? ടാൻ എക്സ് ടാൻ വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. അതിലോട്ട് ഇട്ട് കൊടുത്തു വാല്യൂസ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് പൈ ബൈ 4, വൈയുടെ സ്ഥാനത്ത് എക്സ്. മനസ്സിലായ? അതിലിട്ട് കൊടുത്തു. അടിയിലത്തെ ഫോർമുല ഇതുപോലെ തന്നെ എഴുതി. പിന്നെ എന്ത് ചെയ്ത്? ടാൻ പൈ ബൈ 4ന്റെ വാല്യൂ എത്ര? 1 ആയതുകൊണ്ടിട്ട് 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ഇത് 1 ആയിപ്പോ 1 മൈനസ് ടാൻ എക്സ്. അടിയിലും അങ്ങനെ തന്നെ ചെയ്ത് നേരെ മുകളിലോട്ട് എടുത്തു. തന്നെ ചെയ്യാവുന്നുള്ളൂ. മനസ്സിലായ? എനിക്ക് അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ?
അടിയിൽ സൈൻ പൈ മൈനസ് എക്സ് ഇൻറ്റു കോസ് π/2 പ്ലസ് എക്സ്. ഇത് 3.3 കോസ് അവിടെ കോസ് പൈ പ്ലസ് എക്സ് ഉണ്ടല്ലോ, അതിന് നമുക്ക് എങ്ങനെ എഴുതാം? പൈ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി ആകുമ്പോഴത്തേക്കും വാല്യൂ എന്ത് വരും? കോസിന്റെ ഇതിന്റെ വാല്യൂ എന്ത് വരും? പൈയുടെ കോസ് 180 ഡിഗ്രിയുടെ വാല്യൂ എത്ര? കോസ് പൈയുടെ വാല്യൂ 0 -1 എത്രയാണ്? -1. അപ്പൊ അതെന്തായി മാറും? പൈ പ്ലസ് എക്സ് എന്നുള്ളത് മൈനസ് കോസ് എക്സ് ആവും. അതല്ല 1 അല്ലേ? ഇതെന്താവും? -1 അല്ലേ? എടാ കോസ് പൈയുടെ വാല്യൂ -1 ആണ്. അപ്പൊ എന്താവും? ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ്, ആ മൈനസ് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ മൈനസ് കോസ് എന്ത് വരും? എക്സ് വരും. മൈനസ് കോസ് എക്സ് ഇൻറ്റു, പിന്നെ കോസ് മൈനക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? ആ മൈനസ് മാറ്റി എഴുതിയിട്ട് കോസ് എക്സ് എന്ന് എഴുതാം. അടിയിലത്തെ സൈൻ പൈ മൈനസ് എക്സിനെ നമുക്ക് സൈൻ എക്സ് എന്ന് എഴുതാം. സൈൻ എക്സ് എന്ന് എഴുതാം. അതുപോലെ കോസ് π/2 പ്ലസ് എക്സിന് നമുക്ക് എന്ത് എഴുതാം? മൈനസ് കോസ് അല്ല, മൈനസ് സൈൻ എക്സ് ആണ്. ഇത് ഫോർമുല പഠിക്കാനുള്ളതാ ടെക്സ്റ്റിൽ, അതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പൊ കോസ് π/2 പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്താ? മൈനസ് സൈൻ എക്സ്. ഇതിപ്പോ എന്തായി മുകളിലത്തത്? വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് സ്ക്വയർ എക്സ് ബൈ മൈനസ് സൈൻ സ്ക്വയർ എക്സ്. മൈനസും മൈനസും കട്ടായി, ബാക്കി എന്ത് വരും? കോസ് സ്ക്വയർ എക്സ്. പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം, എന്താ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്ക്. കഴിഞ്ഞാടാ? എന്താ ബോധം പോയാലിരിക്കണ? അടുത്തത് prove that cos 3π/4 plus x minus cos 3π/4 minus x is equal to √2 sin x. മൈനസ് ഉണ്ട്. വേണ്ട, ഇതില് നമ്മള് ഇതിപ്പോ കോസ് എ പ്ലസ് കോസ് എ മൈനസ് കോസ് ബി, ആ ഒരു ഫോമില കിടക്കണത്. കോസ് എ മൈനസ് കോസ് ബി എന്ന് പറയുന്നത് 2 sin a+b/2 ഇൻറ്റു കോസ്, ആ ഒരു ഫോമിലല്ലേ. അതായത് കോസ് എക്സ് മൈനസ് കോസ് വൈ.
വിച്ച് ഇസ് ഈക്വൽ ടു 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 പിന്നെന്താ സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 അതിലോട്ടാക്കിയിട്ട് എന്തോ മൈനസ് ഇല്ല ഏതാടാ -2 ഇല്ലല്ലോ വെറും 2 -2 ഇല്ലല്ലോ കോസ് എക്സ് മൈനസ് കോസ് വൈ ഇല്ലല്ലോ നോക്കിയ ഫോർമുലല്ലേ ഈ ഫോർമുലയിലോട്ട് ഇട്ട് കൊടുത്തേത് ഇവിടെ എന്താ എക്സ് എന്താടാ അത് ഓരോന്ന് ഇത് എക്സ് ഇത് വൈ അത് വെച്ച് ചെയ്തേനി മൈനസ് ഉണ്ടോ ഇതില് മൈനസ് ഇല്ലല്ലോ ഫോർമുല തന്നെ ഒരു മൈനസിന് കുഴപ്പമില്ല മൈനസ് ഉണ്ട് അവിടെ ചെയ്തോ അങ്ങനെ ചെയ്തേ ഈ ഒരു ഫോർമുല അപ്പൊ 2 സൈൻ എന്തെന്ന് എഴുതാ ഇങ്ങനെ ഇതിന് നമുക്ക് 2 സൈൻ എക്സ് പ്ലസ് വൈ അപ്പൊ എക്സ് എന്താ എക്സ് 3π/4 പ്ലസ് എക്സ് പ്ലസ് 3π/4 മൈനസ് എക്സ് ബൈ 2 ചെയ്യടാ അടുത്തത് സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 സൈൻ എന്താടാ എന്താ മൈനസ് ഇതല്ലേ ഇതെന്ത് വന്നപ്പോ -2 3π ഈ എക്സ് എന്തായി കട്ടായി പോവും അല്ലേ ബാക്കി 3π/4 പ്ലസ് 3π/4 എന്ത് വരും 6π/4 വരും പിന്നെ 2 മോളോട്ട് എടുക്കുമ്പോൾ എന്താവും 2 സൈൻ 6π/4 പിന്നെ ഒരു ബൈ 2 ഉണ്ടല്ലോ ബൈ 2 മോളോട്ട് എടുക്കുമ്പോഴത്തേക്കും ഈ 2ഉം അതും കൂടി കട്ടായി എന്ത് വരും ഇവിടെ എന്താ വേണ്ടത് 3π/4 3π/4 കട്ടായി പോവും അല്ലേ ബാക്കി എക്സ് പ്ലസ് എക്സ് വരും അപ്പൊ എന്ത് വരും 2x വരും സൈൻ 2x ഇതിന് നമുക്ക് 2നെ മോളോട്ട് എടുക്കുമ്പോൾ എന്താവും വിച്ച് ഇസ് ഈക്വൽ ടു -2 സൈൻ 3π/4 എന്താ ബൈ 2 വരുമ്പോ ആ 2 കട്ടായി എക്സ് വരും ഇത്ര കിട്ടിയാ -2x വരില്ലേടാ അവിടെ മൈനസ് ഓൾറെഡി പുറത്തെടുത്തോണ്ട് ഈ ഫോർമുലയിൽ അവരെന്ത് ചെയ്യുന്ന തിരിച്ചെടുത്തോണ്ടിട്ട് അങ്ങനെ വരും ഫോർമുല തിരിച്ചടാ c-d/2 എന്നുള്ളത് d-c/2 ആക്കി അപ്പൊ മൈനസ് ഇതാക്കി ഇനി 3π/4 സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കേ 3π/4 എങ്ങനെ എഴുതാടാ നമ്മൾ π പ്ലസ് വെച്ചിട്ട് എഴുതുമല്ലേ നേരത്തെ എഴുതിയതുപോലെ അങ്ങനെ എഴുതാ അപ്പൊ π പ്ലസ്
π/4 π മൈനസ് എന്ത് വരും? π മൈനസ് π/4 എന്ന് എഴുതാലോ. 3π/4 നമുക്ക് എങ്ങനെ എഴുതാം? π മൈനസ് π/4. അപ്പോൾ 4 × π 4π 4 × π 4π 4π മൈനസ് π 3π/4. എടാ അതൊന്നും ആലോചിച്ചാൽ മതി. ഇതിനെ മാറ്റിയ π/4 എന്തായാലും വരും. പിന്നെ 3 അല്ലേ വരേണ്ടത്. അപ്പൊ ഇവിടെ π മൈനസ് ഇട്ടാലേ 3 ആവുള്ളൂ. π പ്ലസ് ഇട്ടാൽ എന്തായി 5π/4 ആയി പോവുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. എന്താ എടാ 4 × π എന്താ? 4π മൈനസ് π/4 3π/4 ആവൂലേ? ആവുമായിരിക്കും എന്നാ. കണ്ടിട്ട് തോന്നല്ലോ. ഏതായാലും ചെയ്ത് കാണിച്ചേടാ. ആ ഇനി അത് ഇതൊക്കെ അതിന് പകരം വിച്ച് ഇസ് ഈക്വൽ ടു -2 sin π മൈനസ് π/4 sin x. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? -2 sin π മൈനസ് π/4 എന്നുള്ളത് π/4 അല്ലെ? π/4ന്റെ വാല്യൂ എത്ര? 1/√2. അപ്പൊ ഇതിന് നമുക്ക് വിച്ച് ഇസ് ഈക്വൽ ടു -2 1/√2 ഇൻറ്റു sin x അല്ലേ? ഇനി നോക്കിക്കേ, 2നെ നമുക്ക് എങ്ങനെ എഴുതാം? √2 × √2 എന്ന് എഴുതാം അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു √2 × √2 1/√2 √2 കട്ടാക്കി sin x. അപ്പോൾ ഫൈനൽ ആൻസർ അത് കിട്ടും -2. പുറകിലിരിക്കണ അവന്മാരെന്ത് ഇങ്ങനെ ഇരിക്കണം? അറിയില്ലെന്ന്. ഇവൻ ചായ കുടിച്ചിട്ടിരിക്കണ, അതാ വ്യത്യാസം. നിങ്ങൾ ചായ കുടിക്കാണ്ടിരിക്കണേ. നിങ്ങൾ കഴിച്ചാ വീട്ടിൽ നിന്ന്? അതുകൊണ്ട് അവന് എനർജറ്റിക് ആയിട്ടിരിക്കണേ. കിട്ടിയില്ലേ? അവിടെ ബ്ലോക്ക് ആയ ഞാൻ ഇപ്പുറത്ത് കൂടി കയറ്റി മെട്രോന്റെ. എന്നിട്ട് എന്താണ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരെ നിനക്ക് ദൂരം കുറവാണ്. sin² 4x = ഇവന്റെ കാര്യം പറയണ്ടോ? ഇവന്റെ വീടും സ്കൂളും രണ്ടും എടുത്താണ്. ഇത് കേട്ടാ മതി, കഥ പറയാ പിന്നെ പറയാം. sin² 6x മൈനസ് sin² 4x = sin 2x. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, കുറച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഫോർമുല sin² a മൈനസ് sin² b = sin a + b × sin a - b. അത് ഏത് ഫോർമുലയാടാ? a² - b² ഇല്ലേ? അത് തന്നെ സെയിം. അപ്പൊ ഇത് വെച്ച് എക്സ്പാൻഡ് ചെയ്യടാ. ഇത് a² - b² ഫോർമുല കിടക്കണം. അപ്പൊ sin a + b × sin. അപ്പൊ sin a + b 6x + 4x × sin 6x - 4x. ക്വസ്റ്റ്യൻ അല്ലേ മുകളിൽ എഴുതിയിട്ടേക്കണം. 4x + 10 എന്ത് വരും? sin 2x അല്ല 10x. അവനെ കൊല്ലടാ. എടാ a² - b² എന്താ? a + b × a - b അല്ലേ? sin a + b × sin a - b. sin x + y × sin x - y. sin x + sin y. sin² x മൈനസ് sin² y ആണ്. രണ്ടും സൈൻ അല്ലേ? പിന്നെ 6ഉം 4x അല്ലേ വന്നേക്കണം. രണ്ടിടത്ത് നമ്മൾ സൈൻ തന്നെ ഇട്ട് കൊടുത്തേക്കണം. ഫോർമുല ആയി തന്നെ അതിന്
നിനക്ക് മനസ്സിലായോ? എടാ ഇത് ഫോർമുല ചെയ്തിരിക്കുക സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി ഇസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് ബി. ഇപ്പൊ കൺഫ്യൂഷൻ മാറിയില്ലേ? അപ്പൊ സൈൻ 10x അടുത്തത് കോസ് സ്ക്വയർ 2x 20യാ? അതെങ്ങനെ 20 ആവണത്? അങ്ങനെ ചെയ്യാൻ പാടില്ലാട്ടാ. അടുത്തത് കോസ് സ്ക്വയർ 2x മൈനസ് കോസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 4x അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ആൻസർ കിട്ടിയേക്കണത് എന്തിലാണ്? സൈനിനാണ്. അപ്പൊ ഈ കോസിനെ ഒക്കെ നമ്മൾ സൈനിന്റെ ഫോർമുലയിലോട്ട് മാറ്റണം. അപ്പൊ നമ്മുടെ മറ്റേ ഫോർമുല സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഈക്വൽ ടു 1. അത് വെച്ചിട്ട് നമുക്കിത് മാറ്റാം. അപ്പൊ കോസ് സ്ക്വയർ 2x നമുക്ക് എങ്ങനെയാക്കാം? 1 മൈനസ് സൈൻ സ്ക്വയർ 2x മൈനസ് അതിനെ അങ്ങനെ മാറ്റാം. ഫൈനൽ ആൻസർ കൊണ്ട് പിടിക്കാം കേട്ടോ. പിന്നെ ഇതിന് 1 മൈനസ് ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്തിനു കിട്ടും? 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് 1 പ്ലസ് 6x. ഈ 1ഉം ഇതും കട്ടായി. ബാക്കി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സൈൻ സ്ക്വയർ 6x മൈനസ് പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ? അപ്പൊ ഇതെന്താ ആ ഫോർമാറ്റ് ഇതുപോലെ തന്നെ ആൻസർ പഠിക്കാം. ഇത് ചെയ്യാലോ നേരത്തെ ചെയ്ത പോലെ. ഫൈനൽ ആൻസർ പറഞ്ഞതിന്റെ നിങ്ങളിനി ഫുഡൊക്കെ കഴിച്ചിട്ട് വരണം കേട്ടോ. പട്ടിണിക്ക് വരാൻ ഇങ്ങനെ ഇരിക്കരുത്. അതെന്താ? കിട്ടിയാ ഫൈനൽ ആൻസർ എത്ര കിട്ടി? മോളിൽ തന്നെ സൈൻ 8x ഇൻറ്റു സൈൻ 4x കിട്ടിയാടാ ഇത്. ചെയ്. ഇതങ്ങനെ മൈനസ് ചെയ്യാനാ? ഇത് മറ്റേ ഫോമിൽ എ സ്ക്വയർ മൈനസ് ഇപ്പൊ ഇതിനു മുമ്പ് ചെയ്ത പ്രോബ്ലം. കുഴപ്പമുണ്ട്. എത്ര കിട്ടിയ ആൻസർ? അടുത്ത ക്വസ്റ്റ്യൻ. ഇതെന്ത് ചെയ്യണം? സൈൻ 2x സൈൻ 6 ഒരുമിച്ച് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് അപ്പൊ എന്തായി? സൈൻ എക്സ് പ്ലസ് സൈൻ വൈ. ഇതുപോലെ നമ്മൾ സൈൻ 2x സൈൻ 6 ഒരുമിച്ച് എഴുതി.
അപ്പം എന്തായാലും സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഫോമിലായത്. എന്നിട്ട് മറ്റേ 2 സൈൻ എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2 ആ ഒരു ഫോമിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ നോക്കിക്കേ ആൻസറിൽ സൈൻ 2x പ്ലസ് സൈൻ 6x പ്ലസ് ഈ ഫോമുല യൂസ് ചെയ്യാം കേട്ടോ. ആ അത് എഴുതി വെച്ചാൽ മതി. ഇവിടെ നോക്കി, ഇവിടെ എക്സിന് പകരം 2x y ഇത് എന്നിട്ട് എഴുതണം. is equal to 2 sin 2x plus 6x 8x by 2 4x. minus കിട്ടിയോ? ഇവിടെ നെഗറ്റീവ് വരും, പക്ഷെ അത് നെഗറ്റീവ് കോസിൻ്റെ കൺസിഡർ ചെയ്യണ്ട കേട്ടോ. അതായത് നോക്കിക്കേ എക്സ് 2x മൈനസ് 6x. ആ അതൊന്നും എടുക്കണ്ട. കോസ് മൈനസ് എക്സ് എന്താ? കോസ് എക്സ് തന്നെയല്ലേ. ഇതിൽ നോക്കിക്കേ, ഇതിൽ നമുക്ക് എന്ത് കോമൺ എടുക്കാം? 2 sin 4x കോമൺ എടുക്കാം. രണ്ടിടത്തുള്ളതല്ലേ. 2 which is equal to 2 sin 4x into cos 2x plus എന്താണ്? നമുക്ക് വേറൊരു ഫോർമുല കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു വേറൊരു ഫോർമുല 1 പ്ലസ് കോസ് 2x ബൈ 2 പഠിച്ചിട്ടില്ലേ? അത് പഠിച്ചിട്ടില്ലേ ഞങ്ങള്? കോസ് സ്ക്വയർ എന്ത് കോസ് 2x ഫോർമുല നമ്മൾ പഠിച്ചിട്ടില്ലേടാ? കോസ് സ്ക്വയർ എക്സ് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. അത് നമ്മൾ പ്രൂവ് ചെയ്തതാണത്. ബോധമില്ലാണ്ടിരിക്കണേന്ന് മനസ്സിലായി. കോസ് 2x എന്ന് പറയുന്നത് കോസ് 2a is equal to കോസ് സ്ക്വയർ a മൈനസ് 1 2 കോസ് സ്ക്വയർ a മൈനസ് 1. അപ്പോൾ ആ ഫോമുല അവിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എങ്ങനെ വരും? വിച്ച് ഇസ് ഈക്വൽ ടു 2 സൈൻ 4x ഇൻറ്റു 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 പ്ലസ് 1. എന്തോ? ആ 2. ആ മൈനസ് 1ഉം പ്ലസ് 1ഉം കട്ടായി പോവും. ബാക്കി എന്താവും? 2 കോസ് സ്ക്വയർ എക്സ് ആവും. എന്താവും? ഇതും കട്ടായി പോവും. 2 സൈൻ 4x ഇൻറ്റു 2 കോസ് സ്ക്വയർ 2x.
അല്ലടാ ഇവിടെ എക്സ് അല്ലേടാ, ഇവിടെ നോക്കിക്കേ, കോസ് 2x ഫോർമുല കോസ് സ്ക്വയർ എ. അപ്പൊ ഇവിടെ എന്തായിരിക്കും പറഞ്ഞാൽ കോസ് എക്സ് ആണ് കേട്ടോ. മനസ്സിലായോ? നിനക്ക് മനസ്സിലായടാ? കോസ് സ്ക്വയർ കോസ് 2a എന്ന് പറയുന്നതാണ് എന്ത്, കോസ് 2x. അതിന്റെ ഫോർമുല എന്താ, കോസ് സ്ക്വയർ എ ആണ് -1. അപ്പൊ ഇവിടെ 2 കോസ് സ്ക്വയർ എക്സ് -1. പിന്നെ അപ്പൊ ഈ 2 ഒരുമിച്ച് ചെയ്ത് നമുക്കിപ്പോ 4 കോസ് സ്ക്വയർ എക്സ് ഞാൻ ആദ്യം എഴുതി, സൈൻ 4x രണ്ടാമത് എഴുതി. ഈ 2 എന്ത് ചെയ്ത് ഒരുമിച്ച് 4 ആക്കി. പിന്നെ കോസ് സ്ക്വയർ എക്സ് ഞാൻ ആദ്യം എഴുതി, സൈൻ 4x രണ്ടാമത് എഴുതി. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയില്ല. ഒരു 2 മിനിറ്റ് റെസ്റ്റ് കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇവിടെ ഫുള്ള് കഴിഞ്ഞോ? ട്രിഗണോമെട്രി കഴിഞ്ഞു. എന്തിനുള്ള കോംപ്ലക്സ് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തിട്ടാടോ. cot 4x into sin 5x plus sin 3x is equal to cot അപ്പോൾ അവിടെ സൈൻ ഇതിൻ്റെ ഫോർമുല സൈൻ എക്സ് പ്ലസ് സൈൻ വൈയുടെ ഫോർമുല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് കോട്ട് അതിൻ്റെ ഫോർമുലയിൽ അപ്ലൈ ചെയ്തിട്ട് ചെയ്തു. ആരാ ബി ആരാ? ബി എ അതാരാ? sin x plus sin x sin cos y plus 2 sin x plus y by 2 cos x minus y by 2.
സൈൻ എ പ്ലസ് വൈയുടെ എക്സ് പ്ലസ് വൈയുടെ ഫോമുല അല്ല, സൈൻ എ പ്ലസ് സൈൻ ബിയുടെ ഫോമുല. ഇതുപോലത്തെ ഫോമുല അതേ എഴുതിയിട്ടേക്കണം. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ആ ഫോമുലല്ലേ കിടക്കണത്. 2 സൈൻ എക്സ് പ്ലസ് വൈ കോട്ട് 2x ആവശ്യമില്ലടാ അവിടെ. ഈ കോട്ട് 4x ഉണ്ടല്ലോ, അതിന് നമ്മൾ സൈൻ കോസ് 4x ബൈ സൈൻ 4x എന്നാക്കും. ഇത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ 2 ഇങ്ങനെയാ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. ആ രണ്ടും കട്ടാക്കാലോ. പക്ഷെ നമ്മുടെ ആൻസറിലോട്ട് എത്തിയില്ല കേട്ടോ. ഇനി അതിലോട്ട് എത്തണം നമ്മൾ. ഏതാ ഇതിനെ 4x എക്സും അല്ലേ. ഇനി ഇവിടെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ മുകളിലും താഴ്ത്തും സൈൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യും കേട്ടോ. അപ്പൊ ഡിവൈഡിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ വെറുതെ ബൈ ഇത് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴ്ത്തി എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഡിവൈഡിങ് സൈൻ എക്സ്. ഒരു ബൈ ഇട്ടിട്ട് ചെയ്യണം. ഇവിടെ ബൈ ചെയ്യുമ്പോൾ സൈൻ എക്സ് രണ്ടും പോയി കഴിഞ്ഞാൽ പഴയ കാര്യം തന്നെയാണ്. എന്നിട്ട് ഇവിടെ ഈ കോസ് എക്സിനെ സൈൻ എക്സിനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി ചെയ്ത കേട്ടോ. കോസ് എക്സ് സൈൻ എക്സ് മാറ്റി ചെയ്ത, മറ്റേത് 2 കോസ് 4x സൈൻ എക്സ് എന്ന് വരും. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എടാ ഈ കോസ് എക്സ് സൈൻ എക്സ് ഞാൻ കുറച്ച് അങ്ങനെ നീക്കി പുറത്തുണ്ട്. കോട്ട് എക്സ് ഇനി 2 കോസ് 4x സൈൻ എക്സ് അതെന്താ? അതൊരു സാധനത്തിന്റെ ആൻസർ ആയിട്ട് വരും. അതായത് ഇതുപോലത്തെ നോക്കിക്കേ 2 സൈൻ ഇവിടെ എന്താ 2 സൈൻ 5 ഈ ഒരു ഇവിടെ നോക്കാം. ഓക്കെ ഇതിപ്പോ വന്നേക്കണത് കോട്ടെക്സ് പിന്നെ 2 കോസ് 4x സൈൻ എക്സ്. ഇവിടെ ഏതോ ഒരു സാധനത്തിന് ഇതുപോലത്തെ സൈൻ എക്സ് പ്ലസ് വൈ ആണോന്ന് അറിയില്ല, കോസ് എക്സ് പ്ലസ് വൈ ആണോന്ന് അറിയില്ല. ആൻസർ ചെയ്യുമ്പോൾ 2 കോസ് 4x സൈൻ എക്സ് എന്ന് വരും. അത് ഏതിൻ്റെ ആയിരിക്കും ഫോർമുല? ആ സൈൻ എക്സ് മൈനസ് സൈൻ വൈയുടെ ഫോർമുലയാണ്. അതെന്താ? സൈൻ എക്സ് മൈനസ് സൈൻ വൈ y is equal to 2 cos x plus y by 2 പിന്നെ sin x minus y by 2. അപ്പോൾ ആ ഫോർമുല 2 cos 4x sin സംതിങ് ആ ഒരു ഫോർമുല കിടക്കണത്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? cot x. അപ്പോൾ 4x വരണമെങ്കിൽ എങ്ങനെ വരും? 4x വരണമെങ്കിൽ എന്ത് വരണം? ഇവിടെ 8x by 2 ആണ്. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? ഇപ്പൊ ആൻസറിലോട്ട് നോക്കുമ്പോ sin 5x ആണ് കണ്ട.
അപ്പൊ സൈൻ എന്ത് വരും? അപ്പൊ അങ്ങനെ വരുമ്പോ സൈൻ 5x മൈനസ് സൈൻ 3x. അപ്പൊ ഇതൊന്ന് ആലോചിച്ച് വെക്കാമോ നോക്കിക്കേ. ഈ സാധനത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താ? സൈൻ 5x മൈനസ് സൈൻ 3x എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 cos 5x പ്ലസ് 3 എന്താണ്? 8x. 8x/2 എന്ന് പറയുന്നത് 4x. പിന്നെ ഇതെന്ത് വരും? 5x മൈനസ് 3x. അത് അപ്പൊ നോക്കിക്കേ 5x മൈനസ് 3x എന്ന് പറയുമ്പോ സൈൻ 2x/2 x എന്ന് വരും. അപ്പൊ ഇതിന്റെ ആൻസർ ചെയ്താ. അപ്പൊ അതിന്റെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് മാറ്റി എഴുതിയതാണ്. നിങ്ങൾ ഇവിടെ വരെ ചെയ്തിട്ടൊന്ന് ആൻസറിലോട്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഇതാണ് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഏത്? ഇതിനെ നമ്മൾ മാറ്റി എഴുതിയാടാ. 2 cos 4x sin x എന്ന് പറയണത് നോക്കി ഈ ഫോർമുലോട്ട് നോക്ക്. 2 cos സംതിങ് സൈൻ സംതിങ്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ മാറ്റി എഴുതുക. അങ്ങനെ ഫോർ എക്സ് വന്നെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? 8x ആയിരിക്കണം ഇവിടെ. അപ്പൊ 8x പിന്നെ ഇവിടെ എന്താ? ഇവിടെ x ആണ് അല്ലേ? x എന്ന് പറയുമ്പോൾ അവിടെ 2x വരണം. അപ്പൊ 8x 2x വന്നെങ്കിൽ 5 3 എടുക്കാൻ പറ്റുള്ളൂ നമുക്ക്. അങ്ങനെ ചിന്തിക്കണം. അടുത്തൊരെണ്ണം cos അതല്ലേ കേട്ടാ. എല്ലാം പ്രൂഫാ. സൈൻ ഇതെല്ലാം ഫോമില്. ഇതൊക്കെ പെട്ടെന്ന് കിട്ടും. ഇല്ല, ഇതിനായിട്ട് കൂടുതൽ ഫോർമുല ഉള്ളത്. വെക്ടർ ഉണ്ടോ ഈ പ്രാവശ്യം പഠിക്കാൻ? ഇതിലുണ്ടാ? മാത്സിലുണ്ടാ വെക്ടർ? വെക്ടറിൽ കുറച്ച് ഫോർമുല. വെക്ടറല്ല കുറവായിട്ടുള്ള ഫോർമുല. സെറ്റിലൊന്നും ഫോർമുല ഇല്ലല്ലോ. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലുള്ള ഫോർമുല. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കടാ. ആൻസർ കണ്ടുപിടിച്ചേ. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാന്നുള്ളു. വേഗം കണ്ടുപിടിച്ചേ. കോസ് cos 3x അടാ. ഇത് 3x.
ഇത് കോസ് എക്സ്, അത് 3 ആണോ? ഇത് 3x കേട്ടാ. പ്ലസ് കോസ് വൈ അപ്പൊ 2 സൈൻ അതിൻ്റെ അടുത്താണ് അയക്കണം. അതൊന്നും ചെയ്യണ്ടല്ലോ, കട്ട് ചെയ്ത് പോവില്ല ഇതൊക്കെ. ഏ കോസും കട്ടായിപ്പോ. അതല്ല cos x plus cos y cos x plus y by 2, 2 cos x plus y by 2, cos x minus y by 2. ഫോർമുല ഇപ്പൊ പഠിപ്പിക്കാൻ നിന്റെ ഒക്കെ. ആ മൈനസ് ആണെങ്കിലാണ് തിരിയുന്നത്. ആ സൈന് പറ്റിച്ച് നോക്കിയാണ് തന്നെ ചെയ്യടാ, എളുപ്പമാണ്. ഇത് ഞാൻ വായിക്കണേ, എനിക്ക് തന്നെ ചെയ്യാവുന്നുള്ളത്. -2 ഇട്ടല്ലേ, അത് സൈൻ, അത് cos അതിലല്ലേ cos x അത് വെച്ചാൽ ഇവിടുത്തെ വാല്യൂ ചിലപ്പോൾ ചെറുതാണെങ്കിൽ ഇവിടെ വലുപ്പം മൈനസ് വരും കേട്ടോ. വായിച്ചോട്ടെ, ഇത് ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നിർത്താം. ഇവിടെയും ഫോർമുല കേട്ടോ. ചെയ്യടാ ഡാ, കഥയും പറഞ്ഞിരിക്കാണ്ട് ചെയ്യാറുണ്ട്. MCQ ആണെന്ന് പറഞ്ഞിട്ട് 3 കറക്റ്റ് ആൻസർ, 3 എഴുതണം. അപ്പൊ ആ ഓപ്ഷൻ ഇല്ലായിരുന്നില്ല. ഓപ്ഷൻ നമുക്ക് 6 തന്നെ MCQന്റെ ഏരിയയിൽ ഒറ്റ മാർക്കേ ഉള്ളൂ. എന്നിട്ട് പറയാം 3 കറക്റ്റ്, 3 എഴുതണം. അതല്ലടാ, ആ ഓപ്ഷനിൽ ഇപ്പൊ 1 2 3 ആൻഡ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നതായി. അങ്ങനെയില്ല. അപ്പൊ അത് അവരുടെ തെറ്റാ. അങ്ങനെ ഇത് MCQ എന്ന് പറഞ്ഞാൽ ഒറ്റ ആൻസർ ഉണ്ടാവും അതിൻ്റെ അകത്ത്. ആ ഒരു ഓപ്ഷൻ ഇപ്പൊ ഓപ്ഷൻ 1 2 3 ആർ ട്രൂ എന്നാണെങ്കിൽ ആ അത് ക്വസ്റ്റ്യൻ ഇട്ടതിന്റെ കുഴപ്പമായിരിക്കും. ഇത് വെറുതെ എന്താണ്, സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഫോമുല ഇടുക, കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. സൈൻ എക്സ് മൈനസ് സൈൻ വൈയുടെ ഫോമുല എന്തായിരുന്നു? 2 cos x plus y by 2 sin x minus y by 2. ഫോമുല ഡയറക്റ്റ് ഫോമുല അപ്ലൈ ചെയ്യുക. കട്ട് ചെയ്ത് പോകും. അപ്പം പോയില്ലേ, ലാസ്റ്റ് കിട്ടും. പോവായിരിക്കുമല്ലോ. ഇവ ക്ലാസ്സിൽ ഇങ്ങനെ തന്നെയാണാടാ, നീ ക്ലാസ്സിൽ ഇങ്ങനെ തന്നെയാണ്, ഇതുപോലത്തെ വർത്താനമാണെന്ന് ചോദിച്ചതാ. ബുദ്ധിജീവികൾ അങ്ങനെയാ ബൈ ഹാർട്ട് പഠിക്കൂല. ഫസ്റ്റ് പറയാത്തവരെ എണീപ്പിച്ച് പറയിപ്പിക്കും, എന്നിട്ട് പറഞ്ഞവരെയും കൂടെ എന്താണ് എണീപ്പിച്ചിട്ട് അവരുടെ അടുത്ത് ചോദിക്കും. അതിനകത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയും കൂടെ എണീച്ചിട്ട് അവരുടെ പേരെടുക്കണം. എനിക്ക് ഫോർമുല പഠിക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്
പഠിച്ചാടാ? ഞാൻ ഫോർമുല മിക്കതും പഠിച്ച് പറഞ്ഞു. ഇനി ഇന്ന് ഇത്രയും പഠിച്ചതൊന്ന് നോക്കിക്കേ, ഞാൻ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇപ്പം എക്സാം എടുക്കും. കുറച്ച് നേരം 15 വരെ, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കാം. അതിന് നല്ലത് നിങ്ങൾ ആ ഫോർമുലാസ് എങ്കിലും പഠിക്കേ. എല്ലാ ഫോർമുലാസും പഠിച്ചേ. ആ അതിൻ്റെ എല്ലാ ഫോർമുലാസും പഠിക്കേ. അതെല്ലാം പഠിക്കണം.